പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ സമുദ്രാതിർത്തിയിൽ കാണാതായ മലയാളി നാവികൻ ഷിൻഡോൺ ബെന്നിയെ കുറിച്ച് ഇനിയും ഒരു വിവരവുമില്ല. കാണാതായി എന്ന് മാത്രമാണ് കപ്പൽ കമ്പനി അറിയിച്ചതെന്നും ഇമെയിൽ വഴി നൽകുന്ന മറുപടികൾ വ്യക്തതയില്ലെന്നും കുടുംബം പറഞ്ഞു. അബദ്ധത്തിൽ കടലിൽ വീഴാൻ സാധ്യതയില്ലെന്നും എവിടെ അന്വേഷിക്കണം എന്ന് പോലും അറിയില്ലെന്നും കുടുംബം. വീണയുടെ ലേക്കർ ഇന്ത്യ കോർപ്പ് ഓഫീസ് അടഞ്ഞുകിടക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ ലേക്കർ ഇന്ത്യ കോർപ്പ് ഓഫീസ് അടഞ്ഞുകിടക്കുന്നതായി വിവരം. കമ്പനി വിവരങ്ങൾ വെള്ള പേപ്പറിൽ പ്രിന്റ് ചെയ്ത് പതിപ്പിച്ച നിലയിലാണ്. കോഴിക്കോട്ടെ ഓഫീസ് ആണ് അടഞ്ഞുകിടക്കുന്നത്. ലേക്കർ ഇന്ത്യയുടെ മാനേജർ പാർട്ണറായ അനീസിന്റെ പേരിലാണ് കെട്ടിടം വാടകയ്ക്കെടുത്തത്. 2 നില കെട്ടിടത്തിലെ ഒറ്റമുറിയിലാണ് ലേക്കർ ഇന്ത്യ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 2023 കെട്ടിടം വാടകയ്ക്ക് നൽകിയതെന്ന് ഉടമ മുഹമ്മദ് അലി പറഞ്ഞു. ലേക്കർ ഇന്ത്യ പാർട്ണർ അനീസിന്റെ പേരിലാണ് വാടക ഉടമ്പടി. കെട്ടിടത്തിലെ സ്ഥാപനം തുടർച്ചയായി പ്രവർത്തിക്കുന്നിരുന്നില്ല. ഇടയ്ക്ക് ചില ആളുകൾ വന്നു പോയിരുന്നു. അനീസ് ഈ അടുത്തും വാടക ഉടമ്പടി പുതുക്കിയതായിരുന്നു. എന്നാൽ വീണ വിജയനെ പറ്റി അറിയില്ലെന്നും കെട്ടിട ഉടമ മുഹമ്മദ് അലി പറഞ്ഞു. വന്ദേ മാതരം ആദ്യ 2 ചരണങ്ങൾ ആലപിച്ചാൽ മതിയെന്ന നിലപാടിൽ ഉറച്ചു കോൺഗ്രസ്. ഔദ്യോഗിക പരിപാടികളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ്. ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനിച്ചു. പാർട്ടി യോഗങ്ങളിലും പരിപാടികളിലും വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന 1937 കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ പ്രമേയം തുടർന്ന് പിന്തുടരാനാണ് തീരുമാനം. തിരയിൽപ്പെട്ട് മധ്യവയസ്കരായ സ്ത്രീയും പുരുഷനും മരിച്ചു. മടവൂർ പള്ളിക്കൽ സ്വദേശി ഓമനക്കുട്ടൻ, പരവൂർ കുറമുണ്ടൻ, പുഞ്ചിരക്കുളം സൂര്യാസിൽ ആർ ലതിക എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെ മുണ്ടയ്ക്കൽ പാപനാശത്താണ് ഇരുവരും തിരയിൽപ്പെട്ടത്. പുലിമുട്ടുകൾക്കിടയിൽ മണൽപ്പരപ്പിൽ ഇരിക്കുമ്പോഴാണ് തിരമാലകൾ ശക്തിയായി അടിച്ചു കയറിയത്. ഈ സമയം ഇവിടെ മറ്റാരും ഇല്ലാതിരുന്നതിനാൽ അപകട വിവരം ആരും അറിഞ്ഞില്ല. നിലവിളി കേട്ട് സമീപവാസികളായ യുവാക്കൾ എത്തിയപ്പോഴാണ് ഇരുവരും കടലിൽ വീണതറിഞ്ഞത്. ഉടൻ തന്നെ യുവാക്കൾ ചേർന്ന് ഇരുവരെ കരയിലെത്തിച്ച് CPR നൽകി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും മരിച്ചു. ഇവർ വന്ന ബൈക്ക് റോഡരികിൽ നിന്നും കണ്ടെത്തി. മുട്ടിൽ മരമുറി വഞ്ചന കേസ് വിചാരണ സ്റ്റേ ചെയ്യണമെന്ന ഹർജി തള്ളി കോടതി. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങളെ ഹർജി ഹൈക്കോടതി വിചാരണ സ്റ്റേ ചെയ്യണമെന്ന ഹർജിയാണ് കോടതി തള്ളിയത്. മൂട്ടിൽ മരം മുറിയുമായി ബന്ധപ്പെട്ട് അമ്പലമേട് പോലീസ് എടുത്ത കേസിലാണ് ഹൈക്കോടതിയുടെ നിലപാട്. അതേസമയം മൂട്ടിൽ മരം മുറിയിലെ വഞ്ചന കേസിൽ പ്രതി റോജി അഗസ്റ്റിൻ കോടതി ഹാജരായി. ആൻഡോ അഗസ്റ്റിനും ജോസ് കുട്ടി അഗസ്റ്റിനും എത്തിയില്ല. മറ്റു പ്രതികൾ എവിടെയെന്ന് കോടതി ചോദിച്ചു. ആളെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ച കോടതി റോജിയോട് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.